മുഖ്യമന്ത്രി വി ഡി സതീശന് പറവൂരിൽ ആവേശകരമായ സ്വീകരണം നൽകി. പറവൂർ സമൂഹം ഹൈസ്കൂൾ മൈതാനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ 10,000-കണക്കിന് ജനമാണ് ഒഴുകിയെത്തിയത്. സിനിമ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ MP കെ പി ധനപാലൻ അധ്യക്ഷനായി. സിനിമാ നടൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയായിരുന്നു. സൗഹൃദം നിലനിർത്തുന്ന ആളാണ്. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രബോധമാണ് എന്നെ പിന്തുണച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്. സർക്കാരിന് മുഖ്യമന്ത്രിക്ക് മാത്രമായി ഒരു വിപ്ലവം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നറിയില്ല. അവകാശങ്ങൾക്കൊപ്പം വരുന്ന നിരയാണ് കടമ. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയും എല്ലാ സഹായങ്ങളും ഇന്നത്തെ പോലെ സതീശൻ സാറിനും സർക്കാരിനും. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ സംസാരിച്ചു. ഒരു സർക്കാരായിരിക്കും കേരളത്തിലുണ്ടാവുക. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും. നമ്മുടെ ഈ മനോഹരമായ അതിഥികള് നമ്മളിത് നേരത്തെ അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളുടെ തുറമുഖ നഗരമാക്കി മാറ്റും. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, നടൻ സലീം കുമാർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് സ്വാഗതം ആശംസിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ മുഖ്യമന്ത്രിയെ ആദരിച്ചു. നോർത്ത് പറവൂർ പ്രസ് ക്ലബിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ പൊന്നാടയിട്ട് ആദരിക്കുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.